നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി കോഴിക്കോട്ട് നിന്ന് വടക്കാഞ്ചേരി വഴി തൃശ്ശൂരിലേക്ക് മുഖ്യന്റെ യാത്ര. റൂട്ട് മാറ്റിയത് ചൂണ്ടൽ കുറ്റിപ്പുറം പാത കനത്ത മഴയിൽ തകർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ. കോഴിക്കോട്ട് മുഖ്യമന്ത്രിക്ക് നേരെ KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യത്തിൽ റൂട്ടിലുടനീളം പോലീസ് ഒരുക്കിയത് വൻ സുരക്ഷാ ക്രമീകരണം. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകൻ അമ്മയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് മാള വലിയകത്ത് വീട്ടിൽ ശൈലജ. മകൻ ഹാദിൽ പോലീസ് കസ്റ്റഡിയിൽ. ഭാരതപ്പുഴയിലെ തൃത്താല ഭാഗത്ത് വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. ജഡം പൊന്തിയത് സംഭരണിയുടെ ഷട്ടറിന് സമീപം. ജനങ്ങൾ ആശങ്കയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെണ്ടർമാർക്ക് തൊഴിൽ നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം. സദേൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ പ്രകടനവും ധർണയും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കാഞ്ചേരി വഴി മുഖ്യന്റെ യാത്ര. കോഴിക്കോട് പൊതുപരിപാടി കഴിഞ്ഞു വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനമാണ് ചൂണ്ടൽ കുറ്റിപ്പുറം പാതയിൽ വലിയ കുഴികൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ തൃശൂർ രാമനിലയത്തിലേക്കുള്ള യാത്ര വടക്കാഞ്ചേരി വഴിയാക്കിയത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗതക്കുരുക്കും ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്ക് പോയത്. കോഴിക്കോട് പൊതുപരിപാടി കഴിഞ്ഞു വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനമാണ് ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കുഴികൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ തൃശ്ശൂർ രാമനിലയത്തിലേക്കുള്ള യാത്ര വടക്കാഞ്ചേരി വഴിയാക്കിയത്. മുഖ്യമന്ത്രിക്ക് നേരെ കോഴിക്കോട് KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യത്തിൽ കുന്നംകുളം നഗരത്തിലുൾപ്പെടെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. തൃശൂർ ACP ബിജു K. സ്റ്റീഫൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. തുടർന്ന് 8:30യോടെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്നുപോയി. പെരുമ്പിലാവ്, കുന്നംകുളം, എരുമപ്പെട്ടി തുടങ്ങിയ മേഖലകളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകൻ അമ്മയെ കുത്തിക്കൊന്നു. വലിയകത്ത് വീട്ടിൽ 43 വയസ്സുള്ള ശൈലജയാണ് കുത്തേറ്റു മരിച്ചത്. മകൻ ഹാദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. കുത്തേറ്റ ശൈലജയെ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃത്താലയിൽ ഭാരതപ്പുഴയിൽ വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. സംഭരണിയുടെ ഷട്ടറിന് സമീപമാണ് ജഡം പൊങ്ങിയത്. കഴിഞ്ഞ ദിവസം പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തിയിരുന്നു. ഇതോടെ കടുത്ത ആശങ്കയിലാണ് ജനങ്ങൾ. ആശങ്ക പടർത്തി ഭാരതപ്പുഴയിൽ വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം പൊങ്ങി. വെള്ളിയങ്കല ജലസംഭരണിയിലാണ് ഞായറാഴ്ച രാവിലെ ജഡം കണ്ടത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് റെഗുലേറ്ററിന്റെ ഷട്ടറിന്റെ സമീപത്ത് ജഡം കണ്ടത്. ഇതോടെ കടുത്ത ആരോഗ്യ ഭീഷണിയുടെ ഭീതിയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസവും പുഴയിൽ പോത്തിന്റെ ജഡം കണ്ടെത്തിയിരുന്നു. 7ഓളം ജഡങ്ങൾ കണ്ടതായി മീൻപിടുത്തക്കാരും സ്ഥിരീകരിച്ചിരുന്നു. ജഡം പൊങ്ങിയ സാഹചര്യത്തിൽ പുഴവെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് വെള്ളിയങ്കല ജലസംഭരണിയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു. പോത്തിന്റെ ജഡം കണ്ടെത്തിയ സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി MB രാജേഷ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെണ്ടർമാരുടെ തൊഴിൽ നിഷേധിച്ചതിനെതിരെ BMS പ്രതിഷേധം. സദേൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘം BMS ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഷൊർണൂർ SMB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ ധർണ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്റ്റാളെടുത്ത് ബിനാമികളുടെ പേരിൽ എടുത്തിട്ടുള്ള ഈരോട് മുസ്തഫ എന്ന ഒരു മാടമ്പി തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ സ്റ്റാളുകളെല്ലാം തന്നെ കൃത്യമായി അതിൻ്റെ വാടക അടയ്ക്കാതിരിക്കുകയും കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങിക്കൊണ്ട് വെണ്ടർമാരുടെ ഫീസ് അടയ്ക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള
ഒരു ഉത്തരമാണ് അവർ നമുക്ക് നൽകിയത്. മറിച്ച് നമ്മൾ അന്വേഷിച്ച സമയത്ത് വെണ്ടർമാരുടെ ഫീസ് അടയ്ക്കാൻ നിയമപരമായി ഒരു തടസ്സവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ റെയിൽവേയുടെ നിയമത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടിയായിട്ടാണ് ഈ മാടമ്പി ഷൊർണൂരിലെ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇതിന് അനീതി കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് KR സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ K ഗംഗാധരൻ, ജോയിന്റ് സെക്രട്ടറി രാജു തത്തനംപുള്ളി, യൂണിറ്റ് സെക്രട്ടറി R സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദിവാഞ്ചിമൂലയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് സംഭവം. രാവിലെ 10:30 കൂറ്റൻ മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ ഒഡീസി നാടോടി നൃത്താവതരണം നടന്നു. കേരള കലാമണ്ഡലത്തിൻ്റെയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പിക്മാക്കയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നൃത്താവതരണം നടന്നത്. ഗോട്ടിപ്പൂവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒഡീസി നാടോടി നൃത്തരൂപമാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ചത്. വർഷങ്ങൾക്കു ശേഷമാണ് കലാമണ്ഡലത്തിൽ ഇത്തരത്തിലൊരു നൃത്തം അരങ്ങിലെത്തുന്നത്. അന്യം നിന്നുപോകുന്ന കലകളെ പൊതുവേദികളിൽ അവതരിപ്പിക്കുക എന്നതാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പിക്മാക്ക് എന്ന സംഘടനയുടെ ലക്ഷ്യം. ആൺകുട്ടികൾ പെൺവേഷം കെട്ടി മാത്രം കളിക്കുന്ന നൃത്തരൂപം കൂടിയാണ് ഗോട്ടിപ്പൂവ. 8 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികളാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഒറീസയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ദേവദാസി നൃത്തം സ്ത്രീകൾ ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം പ്രശ്നമായതോടെ ആൺകുട്ടികളെ വെച്ച് മാത്രം നൃത്തം ദേവദാസി രൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗോട്ടി എന്നു പേരുള്ള ഈ നാടോടി രൂപം ഉരുത്തിരിഞ്ഞു വന്നതെന്ന് കോർഡിനേറ്റർ ഉണ്ണി വാര്യർ കോട്ടയ്ക്കൽ പറഞ്ഞു. പിന്നെ വരാമെന്ന്. അപ്പോൾ അതേപോലെ ഞങ്ങളിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒറീസയിലത്തെ ഒരു നാടോടി നൃത്തരൂപമാണ്. അന്ന് ചൗ എന്നുള്ളത് ബംഗാളിലത്തെ ആയിരുന്നു അല്ലേ. ഇത് അതിൻ്റെ ഇപ്പുറത്തെ അടുത്ത സ്റ്റേറ്റായ ഒറീസ എന്നാണ്. ഗോട്ടിപ്പൂവ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. എന്താണ് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അത് ഒറിയ വാക്കാണ്. ഗോട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന്, പൂവ എന്ന് പറഞ്ഞാൽ കുട്ടി. അപ്പോൾ ഒരു കുട്ടി ചെയ്തു വന്നിരുന്ന ഒരു നൃത്തരൂപമായിരുന്നു അത്ര ഇത്. ഇപ്പോൾ അത് ഒന്നിൽ കൂടുതലായി. ഒറീസയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അറിയാവോ ഏതാന്ന്? നമ്മുടെ ഗുരുവായൂരിനെയൊക്കെ പോലെ. അറിയില്ല? വെരി ഗുഡ്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം വിഷ്ണുവിൻ്റെ അവതാരമായി രൂപമായിട്ടാണ്. അവിടെ ഒരു കാലത്ത് ദേവദാസി നൃത്തം നടന്നു വന്നിരുന്നു അത്ര. അത്താഴപ്പൂച്ചയ്ക്ക് ശേഷം ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ദേവദാസി നൃത്തം, അത് ദേവന് വേണ്ടി മാത്രം ചെയ്തു വരുന്ന മഹാരീസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അത്ര ചെയ്തു വന്നിരുന്നത്. അത് പിന്നീട് കാലം ചെന്നപ്പോൾ അത് നിരോധിക്കപ്പെട്ടു, ബാൻ ചെയ്തു. കാരണം സ്ത്രീകളൊന്നും അന്ന് കാലത്ത് നൃത്തം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്തു? ആ ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളെ പെൺകുട്ടികളുടെ കോസ്റ്റ്യൂം ചെയ്തിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി, ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട്. ചടങ്ങിൽ നൃത്താധ്യാപകനായ വിജയ് സാഹുവിനെയും നൃത്തം അവതരിപ്പിച്ചവരെയും മൊമൻറ്റോ നൽകി കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഷൊർണൂരിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ഷൊർണൂർ നഗരസഭയും MSI ഷൊർണൂരും സംയുക്തമായാണ് ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കായികരംഗത്ത് നിലവിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.
കൂടുതൽ പേരെ കായിക രംഗത്തേക്ക് കൊണ്ടുവരാനും അതുവഴി നമുക്ക് ലഹരിക്ക് അടിമപ്പെടാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയിലാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഒളിമ്പിക് റൺ ടൗണിൽ സമാപിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും മുൻ കായിക താരവുമായ ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി ഗോപാലൻ, കമ്പാനിയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു. MSA അക്കാദമി പ്രസിഡന്റ് റഫീഖ് സ്വാഗതവും അധ്യാപകൻ അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര വാഴക്കോട് FV റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. പ്രവർത്തനോദ്ഘാടനം കുന്നംകുളം ACP മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തെ തുടർന്നാണ് വാഴക്കോട് അകമല ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഒരു പറ്റം വീട്ടുകാരുടെ സംഘടനയായ FV റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനായി മുൻകൈയെടുത്തത്. ഈ മേഖല വനപ്രദേശം കൂടിയായതിനാൽ നിരവധി സാമൂഹിക വിരുദ്ധരാണ് ദിനംപ്രതി ഇവിടെയെത്തി വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും കൂടി നിർബന്ധത്തെ തുടർന്നാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. അപ്പോൾ അതിനെ തടയുന്നതിന് നമ്മുടെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളോ അത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളോ കൊണ്ട് മാത്രമല്ല നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതിനെതിരെ ഒരു ജാഗ്രത നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമറയെ നമ്മൾ കാണുന്നത്. ചടങ്ങിൽ വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ PR മിഥുൻലാൽ അധ്യക്ഷനായി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡംഗം ഹാദിയ അമീർ, അഡ്വക്കേറ്റ് മഹീഷൻ, വിജി ഷള്ളന്നൂർ, സെക്രട്ടറി പ്രഭിത പ്രകാശ്, PK രവി തുടങ്ങിയവർ സംസാരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയാണ് ക്യാമറ പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ വെച്ച് ക്യാമറ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്യാമറ ഓപ്പറേറ്റർ ശ്രീജേഷ് ക്ലാസ് എടുത്തു. FV റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AC ദേവരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നസീർ ഹസൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി കേരളത്തിൽ ഇടതുപക്ഷത്തിനേറ്റ പ്രഹരമല്ലെന്ന് PP സുമോദ് MLA. കേന്ദ്ര സമീപനം മൂലമുണ്ടായ പ്രതിസന്ധിയിലും കേരളം പിടിച്ചു നിൽക്കുന്നത് ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണെന്നും MLA പറഞ്ഞു. പാലക്കാട് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PP സുമോദ്. അന്ന് 40 സീറ്റായിരുന്നു പ്രതിപക്ഷ എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 2006 VS മന്ത്രിസഭയിൽ അന്ന് 100 സീറ്റിന്റെ ലീഡോടുകൂടി അധികാരത്തിലെത്താൻ വേണ്ടി സാധിച്ചു. പിന്നീട് 2011 സീറ്റ് 72-68 എന്ന നിലയിലേക്ക് മാറി. ആകെ 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് ഭരിക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് കഴിഞ്ഞ ഒരു 8 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ തീർച്ചയായും 2016 ഈ പറയുന്നത് പോലെ 91, 2021 90. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 18 വർഷത്തെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2011 മാത്രം 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി സാധിച്ചു. അപ്പം അതുകൊണ്ട് ഇനിയുള്ള 2 വർഷം കേരളത്തിലെ ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ട പ്രവണതകളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടുതൽ തിരുത്തി മുന്നേറാൻ ആവശ്യമായ അതിശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ പൊതുവെ അതൃപ്തിയുണ്ടായിട്ടുണ്ടെന്നും PP സുമോദ് MLA പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണ് വലിയ പ്രതിസന്ധികൾക്ക് കാരണമായത്. എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളത്തെ നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ടെന്നും PP സുമോദ് ചൂണ്ടിക്കാട്ടി. പരാതികൾ പരിഹരിച്ച് ഇനിയുള്ള 2 വർഷക്കാലം സർക്കാർ മുന്നോട്ടു പോകും. KSCSA ജില്ലാ പ്രസിഡന്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V റോബർട്ട്, സംസ്ഥാന പ്രസിഡന്റ് T സജുകുമാർ, വൈസ് പ്രസിഡന്റ് TB ഉഷ, ജില്ലാ സെക്രട്ടറി K ജഗ്ജിത്ത്, V പ്രേമകുമാരി, N ഷാജി, L സുനിൽ, R മോഹൻകുമാർ, K സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസിൽ വർഷങ്ങൾക്ക് മുൻപ് തകർന്ന കനാൽ പാലത്തിന്റെ കൈവരി പുനർനിർമ്മിക്കാൻ ഇനിയും നടപടിയുണ്ടായില്ല.
പറളി മുണ്ടൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ വഴുക്കപ്പാറയിലാണ് മലമ്പുഴ കനാൽ പാലത്തിന് കൈവരിയില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വാഹനമിടിച്ചാണ് വഴുക്കപ്പാറയിലെ കനാൽ പാലത്തിന്റെ കൈവരി തകർന്നത്. എന്നാൽ കാലമേറെ പിന്നിട്ടിട്ടും കൈവരി പുനഃസ്ഥാപിക്കാൻ ഒരു നടപടിയുമായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പൊതുവെ വീതി കുറവായ റോഡിൽ എന്നും ഗതാഗത തിരക്കാണ്. റോഡിനോട് ചേർന്ന കനാലിന് പാലമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാൽ 15 അടിയോളം താഴ്ചയിലേക്കാണ് വാഹനങ്ങൾ മറിഞ്ഞു വീഴുകയെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. കൈവരികൾ പുനഃസ്ഥാപിക്കാൻ സത്വര നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളിയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. നവംബർ 19-നാണ് സമ്മേളനം. സ്വാഗത സംഘം രൂപീകരണ യോഗം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. എടത്തറ SNDP ഹാളിലാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നത്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുദ്രാഗോപി മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറളി യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻകുട്ടി സമ്മേളന പോസ്റ്റർ പ്രകാശനം ചെയ്തു. സംസ്ഥാന വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ക്ഷേമനിധി കോർഡിനേറ്റർ ബാബു അലിയാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം തനീഷ് എടത്തറ, CPM പറളി ലോക്കൽ സെക്രട്ടറി PC അശോക് കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ, പഞ്ചായത്ത് അംഗം സതീഷ്, രാമചന്ദ്രൻ മലമ്പുഴ, ബാലകൃഷ്ണൻ എടത്തറ എന്നിവർ പ്രസംഗിച്ചു. സംഘടനയുടെ 40ാം ജില്ലാ നമുക്കറിയാം, ബാല്യവും കൗമാരവും കടന്ന് യൗവനം കടന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടന കേരളത്തിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സംഘടനയ്ക്ക് ബീജാപാപം ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലും ഒരു സംഘടനാ രൂപം. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രകാശ് സൂര്യ സ്വാഗതവും ട്രഷറർ ഉണ്ണി ഡിസയർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി കോഴിക്കോട്ട് നിന്ന് വടക്കാഞ്ചേരി വഴി തൃശൂരിലേക്ക് മുഖ്യന്റെ യാത്ര. റൂട്ട് മാറ്റിയത് ചൂണ്ടൽ കുറ്റിപ്പുറം പാത കനത്ത മഴയിൽ തകർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ. കോഴിക്കോട്ട് മുഖ്യമന്ത്രിക്ക് നേരെ KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യത്തിൽ റൂട്ടിലുടനീളം പോലീസ് ഒരുക്കിയത് വൻ സുരക്ഷാ ക്രമീകരണം. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകൻ അമ്മയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് മാള വലിയകത്ത് വീട്ടിൽ ശൈലജ. മകൻ ഹാദിൽ പോലീസ് കസ്റ്റഡിയിൽ. ഭാരതപ്പുഴയിലെ തൃത്താല ഭാഗത്ത് വീണ്ടും പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. ജഡം പൊന്തിയത് സംഭരണിയുടെ ഷട്ടറിന് സമീപം. ജനങ്ങൾ ആശങ്കയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെണ്ടർമാർക്ക് തൊഴിൽ നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം. സദേൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ പ്രകടനവും ധർണയും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.